അപ്പോൾ 29 ജാനുവരിയിലെ ഷിഫ്റ്റ് 2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന +1 ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താ പറയുന്നത്, നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് 8 ഐഡന്റിക്കൽ, നോക്കണേ, 8 ഐഡന്റിക്കൽ ബുക്സ് into 4 identical shelves. 8 identical books into 4 identical shelves where any number of shelves may remain empty is equal to, അല്ലേ. അപ്പോൾ 4 ഷെൽഫ് ഉണ്ട്, 8 ബുക്ക് ഉണ്ട്, അതല്ലേ അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ഷെൽഫാണുള്ളത്? 4 ഷെൽഫാണുള്ളത്. ഷെൽഫ് നമ്പർ 1, 2, 3 ആൻഡ് 4. 8 ഐഡന്റിക്കൽ ബുക്കാണല്ലോ ഉള്ളത്. ഞാൻ ഷെൽഫ് 1-ല് 8 അറേഞ്ച് ചെയ്യുന്നു. അതായത് 3 empty ഷെൽഫ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ 8000. ഇനിയോ 2 empty ഷെൽഫ് എന്ന രീതിയിൽ നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 7 1 8 ആയേ, ബാക്കി 2 0 2 empty ഷെൽഫായി അല്ലേ. ഇനിയോ 6 2 ഇങ്ങനെയും അറേഞ്ച് ചെയ്യാലോ അല്ലേ. അവിടെയും 2 empty ഷെൽഫ് ഉണ്ടല്ലോ. ഇനി അതല്ല 5 3 0 0 അറേഞ്ച് ചെയ്തൂടെ? ഇനിയുണ്ടോ 2 empty ഷെൽഫ് എന്ന രീതിയിൽ? ഉണ്ട്. അതായത് ഇതൊക്കെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 4 4 0 0 എന്ന് പറയുമ്പോൾ 3 empty ഷെൽഫ് എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനിയോ 2 empty ഷെൽഫ് എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന്? എത്ര? 4 ആണ് കിട്ടുന്നത്. 4 അല്ലേ വന്നിരിക്കുന്നത്. ഇനി 2 കഴിഞ്ഞാൽ പിന്നെ 1 എന്ന രീതിയിൽ എടുക്കാലോ. എത്ര രീതിയിൽ അടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും മക്കളെ? നോക്കിക്കോളെ. അതായത് ഒരു empty ഷെൽഫ് എന്ന രീതിയിൽ 4 3 1 0 4 3 7 1 8 ആയില്ലേ അല്ലേ. ഇത് മാത്രമല്ല 4 2 2 0. ഒന്നാമത്തെ ഷെൽഫിൽ 4, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 2, അടുത്ത എന്താണ് 0. ഇനി 3 3 2 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. ലാസ്റ്റ് 0 അല്ലേ. ഇനിയോ 3 3 എത്രയായി? 1 2 3 ആയില്ലേ അല്ലേ. ഇനിയോ ഇതേപോലെ എത്രയാ? 1 അല്ലേ പറഞ്ഞിരിക്കുന്നത്. 6 1 1 0 അറേഞ്ച് ചെയ്തൂടെ അല്ലേ. ഇത് മാത്രമല്ലല്ലോ 5 2 1 0 അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഇനിയില്ല. അപ്പൊ ഇവിടെ എത്ര ഇതായി? 5 വേ ആയല്ലോ. 2 4 5 ആയി അല്ലേ. ഇനി 0 ഷെൽഫ് എംപ്റ്റി ആക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കോളെ, നമുക്ക് ആ രീതിയിൽ, അതായത് 0 ഷെൽഫ് എംപ്റ്റി എന്ന രീതിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 5 1 1 5 3 8 അല്ലേ അല്ലേ. ഇനിയോ 4 2 6 ആയ 7 ആയ 8 4 2 1 1. ഇനിയോ അടുത്തവും കൂടി നോക്കണേ. അടുത്തവും കൂടി നോക്കിക്കോളെ. അടുത്ത് എങ്ങനെയാ വരുന്നത്? 4 2 1 1 അല്ലേ. ഇനിയോ 4 2 1 1 ആകുമ്പോൾ അടുത്ത 3 3 3 3 6 അല്ലേ. 1 1 ശരിയല്ലേ. 3 3 1 1. ഇനിയോ 3 2 2 3 2 5 2 7 1 1. ഇനിയോ 2 2 2 2. വേറെ പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഈ പേജിൽ തന്നെ 3 ആയി. പിന്നെ ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. 3 2 5. അതായത് 0 empty ഷെൽഫ് എന്ന് പറയുമ്പോൾ വീണ്ടും 5 വന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ് കിട്ടുന്നത്? 5 + 5 + 4 + 1. അതായത് 5 + 5 + 4 + 1 is equal to 15 എന്ന് കിട്ടും. എന്താണ്? 4th ആണ് കറക്റ്റ്. 15 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 4 ആണ് കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതൊക്കെ നമ്മൾ ഇക്വേഷനൊക്കെ ഓർത്ത് വെക്കേണ്ട, പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലങ്ങളാണ് ഇതൊക്കെ. ഓക്കെ അല്ലേ?